ദൈവം നിങ്ങളെല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ നിനോവ നോമ്പിലൂടെ നമ്മൾ കടന്നുപോയി 3-ാമത്തെ ദിവസത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളായ അമ്മമാരുടെയും ആലാപുറത്തും ജനങ്ങളുടെയും പ്രാർത്ഥന കേട്ട ദൈവം, രാജാവ് പോലും രട്ടെടുത്ത ജാരത്തിലിരിക്കുന്ന അവസ്ഥയിൽ ദൈവം അവരുടെ അപേക്ഷാനുതാപ യാചനകളെ കേൾക്കുന്നതായിട്ടാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത്. യോനാ പ്രവാചകന് ആശ്വാസമായി കിട്ടിയ ആവണക്ക് പുഴുവന്ന് അതിനെ കുത്തി ഉണക്കിക്കളയുന്നതും, നാം നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ ഓർത്ത് അഹങ്കരിക്കാതെ അവയെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാനും, തെറ്റുകൾ പറ്റുമ്പോൾ ഓടിച്ചെന്ന് അവൻ്റെ സന്നിധിയിലേക്ക് അനുദപിക്കുവാനുമൊക്കെ നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നോയമ്പിലൂടെ ദിവസങ്ങൾ നമ്മെ കടത്തിവിട്ടത്. നോമ്പെന്തെന്ന നോവാണ്. അനുദപിച്ച് വേദനിക്കുന്ന മനസ്സിൻ്റെ അനുഭവം, ആത്മീയ അനുഭവമാണ് നോമ്പെന്നത്. നോമ്പൊരു നോവാണ്. അതുപോലെ നിങ്ങൾക്കേവർക്കും ആ വേദനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും, നുറുങ്ങിയ ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള അബോധ്യത്തോടുകൂടി അവനെ ആരാധിപ്പാനും അനുസ്തുതിപ്പാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നിലുവയിലെന്നോണം ഞങ്ങളിലലിയണമേ, വിമുഖത പാപികളാമിവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനേ, നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ.